ശ്രീ ശങ്കുറ്റിദാസ്, ഇവിടെ ഇതാ ഈ സുപ്രീം കോടതിയുടെ വിധി, അതിനുശേഷമുണ്ടായ പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് വിശ്വാസി സമൂഹം കേരളത്തിന്റെ ചരിത്രത്തിൽ അതുവരെ കാണാത്തതുപോലെ തെരുവിലേക്ക് ഇറങ്ങുകയും വലിയ പ്രക്ഷോഭം നടത്തുകയും ഒക്കെ ചെയ്തു. അതൊരു വസ്തുതയാണ്. ആ കാലഘട്ടത്തെ സുവർണാവസരമാക്കണം എന്ന് പറഞ്ഞത് ബി.ജെ.പിയുടെ തന്നെ ഒരു നേതാവായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ഒരുപക്ഷെ ഈ ഹൈന്ദവ വിഭാഗങ്ങൾ ബി.ജെ.പിയിലേക്ക് അടുത്താൽ അത് നേട്ടമാകുമെന്ന് ബി.ജെ.പി പൊതുവെ വിലയിരുത്തുന്ന ആ പശ്ചാത്തലമുണ്ട്. ഇപ്പോഴിതാ എൻ.എസ്.എസിനെ പോലെയുള്ള സംഘടന, ആ സംഘടനയുടെ അമരത്തിരിക്കുന്ന സുകുമാരൻ നായർ തുറന്നു പറയുന്നു, ഇടതുപക്ഷമാണ് ശബരിമലയിലേക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. ശബരിമലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പി ശബരിമലയ്ക്കായി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അതിൽ നിന്നെല്ലാം വായിച്ചെടുക്കേണ്ടത് എന്താണ്? ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ, അത് തദ്ദേശ തെരഞ്ഞെടുപ്പാകട്ടെ, അതിനുശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാകട്ടെ, അവിടെയൊക്കെ ഇടത് അനുകൂലമാകുന്ന ഒരു നിലപാട് ആ സംഘടനയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് തന്നെയല്ലേ? നമുക്ക് വളരെ കൗതുകകരമായിട്ടൊരു സാഹചര്യമാണത്. അങ്ങയുടെ ചർച്ചയുടെ ടൈറ്റിൽ പോലും സമുദായ സംഘടനകൾ ഇടത്തേക്കോ എന്നാണ്. അതായത് എൻ.എസ്.എസും എസ്.എൻ.ഡി.പിയും എല്ലാം അവർ പരമ്പരാഗതമായി പിന്തുടർന്നു വന്നിരുന്ന ഒരു നിലപാട് മാറ്റിയിട്ട് ഒരു പുതിയ നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ ആരാണ് നിലപാട് മാറ്റിയിട്ടുള്ളത്? നമുക്ക് എൻ.എസ്.എസിനെ സംബന്ധിച്ചിടത്തോളം ഈ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട്, ശബരിമലയിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വളരെ കൺസിസ്റ്റന്റ് ആയിട്ടൊരു നിലപാടാണുള്ളത്. എൻ.എസ്.എസ് ഒരു കാലത്ത് നിലപാട് മാറ്റിയിട്ടില്ല. എൻ.എസ്.എസിന്റെ ആദ്യം മുതൽക്കുള്ള നിലപാട് എന്താണ്? ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം, ശബരിമലയിൽ യുവതീ പ്രവേശനം നടത്താൻ പാടില്ല, ശബരിമല എന്താണോ നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ചിട്ടവട്ടങ്ങൾ അത് അതേപോലെ നിലനിർത്തണം എന്നുള്ളതാണ്. അതിനെതിരായിട്ടൊരു നിലപാട് അന്ധകാലത്ത് സ്വീകരിച്ചിരുന്ന ഇടതുപക്ഷമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ശബരിമലയിൽ നിൽക്കുന്ന ലിംഗവിവേചനമാണ്, അത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർക്കാർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കുന്ന വി.എസ്. അച്യുതാനന്ദന്റെ ഗവൺമെന്റാണ്. അതിനുശേഷം വന്നിട്ടുള്ള ഗവൺമെന്റ് ആ സത്യവാങ്മൂലം തിരുത്തി. അതിനുശേഷം വീണ്ടും വന്നിട്ടുള്ള പിണറായി വിജയന്റെ ഗവൺമെന്റ് പഴയ സത്യവാങ്മൂലത്തിലേക്ക് മടങ്ങിപ്പോയി. ഇടക്കാല സത്യവാങ്മൂലം പിൻവലിച്ചുകൊണ്ട് 2007 പഴയ സത്യവാങ്മൂലത്തിലേക്ക് തിരിച്ചു പോവുകയും ശബരിമലയിൽ നിലനിൽക്കുന്ന ലിംഗവിവേചനം തന്നെയാണ് ശബരിമലയിൽ യുവതീ പ്രവേശനം നടപ്പാക്കേണ്ടത് ഒരു നവോത്ഥാന ആവശ്യമാണ്. അവിടെ നിലനിൽക്കുന്നത് പുരുഷാധിപത്യത്തിന്റെ ഉൽപ്പന്നമായിട്ടുള്ള ആർത്തവ അശുദ്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവേചനപരമായിട്ടുള്ള ഒരു ദുരാചാരമാണ് എന്ന നിലപാടാണ് സ്വീകരിച്ചത്. സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള ജയദീപ് ഗുപ്ത അത് തന്നെയാണ് വാദത്തിന്റെ സമയത്ത് പറഞ്ഞത്. അത് ജഡ്ജ്മെന്റിൽ പോലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ എൻ.എസ്.എസ് ആ സമയത്ത് വളരെ ശക്തമായിട്ട് ഒരു ആചാരപക്ഷ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ തന്നെ ഏറ്റവും മുതിർന്ന അഭിഭാഷകനായിരുന്ന അഡ്വക്കേറ്റ് പരാശരനെ കൊണ്ടുവന്ന് തന്നെ ഭരണഘടനാ ബെഞ്ചിന് മുമ്പിൽ വാദം നിർത്തിയത് മുതൽ ആ സുപ്രീം കോടതി വിധി എതിരായ സമയത്ത് അതിനെതിരെ പന്തളത്ത് ആദ്യത്തെ നാമജപ ഘോഷയാത്ര സംഘടിപ്പിക്കുന്നത് വരെ എൻ.എസ്.എസിന്റെ നിലപാടാണ്. ഇന്ന് എൻ.എസ്.എസ് എടുത്തിരുന്ന നിലപാടിലേക്ക് ഇടതുപക്ഷമാണ് വന്നത്. എൻ.എസ്.എസ് നിലപാട് മാറ്റുകയോ ഇടതുപക്ഷത്തേക്ക് പോവുകയല്ല ചെയ്തിട്ടുള്ളത്. ഈ പറയുന്നത് പോലെ ജി സുകുമാരൻ നായർ അവിടെ നിലപാട് മാറ്റം എന്നതിനപ്പുറത്ത് ഇടതുപക്ഷത്തിലുള്ള വിശ്വാസം എൻ.എസ്.എസിന് വർദ്ധിച്ചു എന്നതല്ലേ ശങ്കുറ്റിദാസ് പ്രധാനം? അതാണല്ലോ അവർ പറയുന്നത്. അതായത് വേണമെങ്കിൽ ഇടതുപക്ഷ സർക്കാരിന് അവിടെ സ്ത്രീ പ്രവേശനമാകാമായിരുന്നു, അത് ചെയ്തില്ല, പാരമ്പര്യത്തെ സംരക്ഷിച്ചു ഇടതുപക്ഷം. ഇനി ഇതാ ശബരിമലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകി എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തെയും സർക്കാരിനെയും ഒക്കെ വിശ്വാസത്തിലെടുക്കുകയാണ്. ആ വിശ്വാസം എന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതിന് അനുകൂലമായി മാറില്ല എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. നോക്കൂ, ഇവിടെ അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാളൊരു കാര്യം പറയുന്നതിന്റെ പിന്നെ താല്പര്യം, അവരുടെ ഇന്റൻഷൻ എന്താണെന്നുള്ളതാണ്. എന്താണ് എൻ.എസ്.എസ് എന്ന് പറയുന്ന സംഘടനയുടെ താല്പര്യം? എൻ.എസ്.എസിന്റെ താല്പര്യം ശബരിമലയിലെ ആചാരങ്ങൾ നിലനിൽക്കണം എന്നുള്ളതാണ്. എൻ.എസ്.എസ് ഒരു രാഷ്ട്രീയ സംഘടനയല്ല, അതൊരു ഹിന്ദു സമുദായ സംഘടനയാണ്. ആ സമുദായത്തിന്റെ താല്പര്യം ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കണം എന്നുള്ളതാണ്. ആരാണോ ആചാരത്തിന് അനുകൂലമായി നിൽക്കുന്നത് ആ കാലത്ത് അവരോടൊപ്പം നിലനിൽക്കുക എന്നുള്ളതാണ് എൻ.എസ്.എസിന്റെ ധർമ്മം. അല്ലാണ്ട് ഇവരുടെ രാഷ്ട്രീയ താല്പര്യം എന്താണ്, ഇവരിതുകൊണ്ട് ഭാവിയിലെ വോട്ടിന് ഏത് നിലയിലാണ് കാണുന്നത്, ഇതൊന്നും എൻ.എസ്.എസിന്റെ പക്ഷമല്ല. എൻ.എസ്.എസ് ആദ്യം മുതൽക്കേ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. ഇന്ന് ആ നിലപാടിലേക്ക് ഇടതുപക്ഷം വരുമ്പോ യഥാർത്ഥത്തിൽ ഇടതുപക്ഷം വലതുപക്ഷത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. കാരണം ജി സുകുമാരൻ നായർ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിൽ ആദ്യത്തെ 3 ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ ചോദ്യം ആഗോള അയ്യപ്പ സംഗമത്തെ പറ്റിയിട്ടുള്ള അങ്ങയുടെ അഭിപ്രായം എന്താണെന്നുള്ളതാണ്. അവിടെ അദ്ദേഹം പറയുന്നു, ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് എൻ.എസ്.എസിന്റെ എല്ലാ കാലത്തും നിലപാടാണ്. ശരി, ഇടതുപക്ഷം എന്തിനും സംഘടിപ്പിച്ചു എന്നുള്ളതല്ല. ഞങ്ങളുടെ എല്ലാ കാലത്തെയും നിലപാട് ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടുന്നതാണ്. ആരതിനു വേണ്ടി ശ്രമിച്ചാലും അവർക്കൊപ്പം ഞങ്ങൾ നിൽക്കും. അത് ഇന്ന സംഘടന ഇന്ന പാർട്ടി എന്നുള്ള പ്രശ്നമൊന്നും ഞങ്ങൾക്കില്ല. ശബരിമലയിലെ ആചാരം സംരക്ഷിക്കുന്നവർക്കൊപ്പം ഞങ്ങൾ നിൽക്കും. രണ്ടാമത്തെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷ സർക്കാർ നിലപാട് മാറ്റിയെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പൊ അവിടെ പറയുന്നു, ശബരിമലയിൽ ഒരു നിലയ്ക്ക് യുവതീ പ്രവേശനം നടപ്പാക്കില്ല, അവർക്ക് വേണമെങ്കിൽ അത് നടപ്പാക്കാമായിരുന്നല്ലോ. എന്നാൽ അവർ നടപ്പാക്കാതിരിക്കുന്നതിൽ നിന്ന് തന്നെ ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ അവർ പ്രതിജ്ഞാബദ്ധരാണെന്നാണ് തോന്നുന്നത്.
മൂന്നാമത്തെ ചോദ്യം എന്താണ്? അവിടെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നൊരു ഉറപ്പ് NSSന് കിട്ടിയിട്ടുണ്ടോ എന്നതാണ്. അവിടെ അദ്ദേഹം പറയുന്നു ആചാരങ്ങൾ ഒരു നിലയ്ക്കും അട്ടിമറിക്കപ്പെടില്ല എന്നൊരു ഉറപ്പ് ദേവസ്വം മന്ത്രി VN വാസവൻ മുഖാന്തരം മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അതായത് ഇടതുപക്ഷം ഈ പറയുന്ന നവോത്ഥാനത്തിന്റെ വലിയ മൈതാന പ്രസംഗങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ഇവിടെ എന്താണ് വ്യക്തികളെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചു. വ്യക്തികളെ സംഘടിപ്പിക്കാൻ സാധിക്കുന്നില്ല, സംഘടനകളെ സംഘടിപ്പിക്കുന്നു. ഇപ്പോ വ്യക്തികൾ ചേർന്നിട്ട് സംഘടനകൾ ഉണ്ടാവുന്നു. അയ്യപ്പ സംഗമം വിളിച്ചു 3000 പേര് വരുമെന്ന് വിചാരിച്ചു. 3000 പേര് വരുന്നിടത്ത് 500 പോലും തികച്ചു വന്നിട്ടില്ല. അപ്പൊ എന്ത് ചെയ്തു? സംഘടനകളെ ചെന്ന് കാണുന്നു, ഞങ്ങൾ നിങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് ഉറപ്പ് പറയുന്നു. അതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള എല്ലാ നിലപാടും കാറ്റിൽ പറത്തുന്നു. രാഷ്ട്രീയപരമായിട്ടുള്ള അവസരവാദപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു. ഇവിടെ നിങ്ങൾ സംഘടനകളുടെ നിലപാടിനെ പറ്റി ചോദിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ G സുകുമാരൻ നായർ പറയുന്നതിനോടോ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിനോടോ ഇടതുപക്ഷത്തിന് യോജിക്കാൻ സാധിക്കുമോ? ഇതാണ് എന്റെ ചോദ്യം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട് അങ്ങ് ചോദിക്കുക. അതായത് NSSന് ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിച്ചു കൊള്ളാമെന്നും അവിടെ യുവതീ പ്രവേശനം ഒരു കാലത്ത് നടപ്പാക്കില്ലാമെന്നും ഉറപ്പ് കൊടുത്തിട്ടാണോ നിങ്ങൾ ഈ പറയുന്ന പിന്തുണ ആർജിച്ചത്? അങ്ങനെ ഒരു ഉറപ്പ് ഇടതുപക്ഷത്തിന് പൊതുസമൂഹത്തിന് തരാൻ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ 2018 നിങ്ങൾ സ്വീകരിച്ചിരുന്ന നിലപാട് തെറ്റാണെന്ന് നിങ്ങൾ സമ്മതിക്കുമോ? അവിടെ കോടതി വിധി നടപ്പാക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിയിട്ടുള്ള അതിക്രമങ്ങൾ, അവിടെ ഭക്തരെ ക്രിമിനലുകളെന്ന് വിളിച്ചതും നാമജപഘോഷയാത്രയെ തെരുജപഘോഷയാത്രയെ എന്ന് വിളിച്ചതും അവിടുത്തെ NSSന്റെ തന്നെ പ്രകടനങ്ങളെ സവർണ ലഹള എന്ന് വിളിച്ചതും അവിടെ വന്നിട്ടുള്ള സ്ത്രീകളെ കുലസ്ത്രീകൾ എന്ന് വിളിച്ചതും അവർക്കെതിരെ 2000 പേർക്കെതിരെ കേസെടുത്തതും 4000-ഓളം പേരെ അറസ്റ്റ് ചെയ്തതും പോലീസിനെ കൊണ്ട് ഭക്തർക്കെതിരെ ലാത്തി ചാർജ് നടത്തിയതും ശബരിമലയെ ഒരു കലാപഭൂമിയാക്കി മാറ്റിയതും അതെല്ലാം തെറ്റായിരുന്നു. അവിടുത്തെ ആചാരം സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു അന്ന് മുതലേ സ്വീകരിക്കേണ്ടിയിരുന്നത് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? സുപ്രീം കോടതി വിധി നടപ്പാക്കേണ്ടതില്ല എന്നൊരു ഉറപ്പ് നിങ്ങൾ ഇപ്പൊ നിലവിൽ NSSന് കൊടുത്തിട്ടുണ്ടോ? 3 ഈ പറയുന്ന SNDPയുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ നിങ്ങൾ അവിടുത്തെ പമ്പയിലെ പ്രസംഗം നിങ്ങൾ കേട്ടിരിക്കും. അതായത് പിണറായി വിജയൻ പരമഭക്തനാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കൂ, കമ്മ്യൂണിസ്റ്റ് ആണെന്ന്, ഞാൻ നാസ്തികനാണ്, നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞ് ദൃഢപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ പറ്റിയിട്ടാണ് പറയുന്നത്. തികഞ്ഞ ഭക്തനാണെന്ന് തനിക്ക് ബോധ്യമുണ്ട്. അദ്ദേഹം ഈ പുറത്ത് കാണിക്കുന്നൊന്നും വെള്ളാപ്പള്ളിയുടെ അഭിപ്രായ പ്രകടനമല്ലേ? നമുക്ക് അതിനെ വെച്ചിട്ട് മുഖ്യമന്ത്രിയെയും പിണറായിയെയും അളക്കേണ്ടതുണ്ടോ? അവിടെ ഒരു പ്രശ്നമുണ്ട് സാർ. നോക്കൂ, മത്തായി ചാക്കോ മരിക്കുന്ന സമയത്ത് അവസാന കാലത്ത് വിശ്വാസിയായിരുന്നെന്നും മത്തായി ചാക്കോയ്ക്ക് അന്ത്യകുദാശ കൊടുത്തത് താനാണെന്ന് ഒരു ബിഷപ്പ് പറഞ്ഞപ്പോ ആ ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചിട്ടുള്ള ആളാണ് ഈ പിണറായി വിജയൻ. എന്തിനായിരുന്നു ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചത്? മത്തായി ചാക്കോ വിശ്വാസിയായിരുന്നെന്നും അദ്ദേഹത്തിന് അവസാന കാലത്ത് അന്ത്യകുദാശ താനാണ് കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതേ പിണറായി വിജയൻ താൻ പരമഭക്തനാണെന്നൊരു വേദിയിലിരുത്തി പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ പറ്റി പറയുന്നത് അദ്ദേഹം കുമാരനാശാനേക്കാൾ മികച്ച സംഘാടകരാണ്, SNDP അദ്ദേഹത്തിന്റെ കാലത്താണ് ഇത്രയും ശ്രേയസ്കരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ എന്താ ഇപ്പോ മതവിശ്വാസം ഒരു തെറ്റല്ലാത്ത കാര്യമായിട്ട് നിങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ടോ? നിങ്ങളൊരു സ്വയം ഭക്തനായിട്ട് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങാൻ തയ്യാറായിട്ടുണ്ടോ? അന്ന് ഒത്തിരിക്കണ്ട മൈതാനിയിൽ ആചാരങ്ങൾ പരിഷ്കരിച്ചിട്ടാണ് സമൂഹം മുന്നോട്ട് വന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇന്ന് മുള്ളും കാലിക്കും എത്തായി എന്നൊക്കെ പറഞ്ഞ് ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ ഉദ്ധരിക്കുമ്പോ ഇടതുപക്ഷത്തിന്റെ നിലപാടിലാണോ മാറ്റം വന്നിട്ടുള്ളതാണ് ചോദ്യം. ഇവിടെ സമുദായ സംഘടന നിലപാടിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഈ ഹിന്ദു താങ്കൾ ഈ പറയുന്നത് പോലെ അങ്ങനെ സുകുമാരൻ നായരൊന്നും രാഷ്ട്രീയത്തിലൊന്നും ഇടപെടുന്നില്ല എന്നോ അങ്ങനെയൊക്കെ നമുക്ക് കരുതാനാവില്ല. ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ 5ാം മന്ത്രിവാദം എന്നത് എത്രയോ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. NSSന്റെ ആസ്ഥാനത്ത് വന്നൊരു പ്രമുഖനായ നേതാവിനെ അവിടേക്ക് കയറാനോ അല്ലെങ്കിൽ കാണാനോ തയ്യാറാകാതിരുന്ന സുകുമാരൻ നായരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സുകുമാരൻ നായർക്ക് ചില രാഷ്ട്രീയമൊക്കെ നേരത്തെയും ഉണ്ട്, രാഷ്ട്രീയ നിലപാടുകൾ. അവർക്ക് രാഷ്ട്രീയമില്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അല്ല, അവിടെയാണ് താങ്കൾ ഈ പറയുന്നത് പോലെ ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്തുമാകട്ടെ, അവർ നിലപാട് മാറ്റിയിട്ടുണ്ടോ, അവർ ഭക്തിയുടെ വഴിയിലേക്ക് വന്നിട്ടുണ്ടോ, എന്തുമാകട്ടെ NSS അതായത് നായർ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന NSS എന്ന സംഘടനയുടെ സെക്രട്ടറി പറയുകയാണ് അവർക്ക് സർക്കാരിന് വിശ്വാസമാണ് എന്ന്. അത് സ്വാഭാവികമായും ഇടത് സർക്കാരാണ്, CPIM നേതൃത്വം നൽകുന്ന സർക്കാരാണ്. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ അങ്ങനെയുള്ളൊരു ഭരണ സംവിധാനം തുടരുന്നതിൽ അവർക്ക് വിയോജിപ്പില്ല, ഞങ്ങൾക്കതിൽ വിശ്വാസമാണ് എന്നല്ലേ പറഞ്ഞു വെക്കുന്നത്. നോക്കൂ, അത്തരത്തിൽ ഈ പറയുന്ന സമുദായ സംഘടനകളുടെ നേതാക്കന്മാരെ തെറ്റിദ്ധരിപ്പിക്കാനോ കബളിപ്പിക്കാനോ അവരെ വിശ്വസിക്കാനോ സാധിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇത് താഴെ തട്ടിലേക്ക് എത്രത്തോളം ഇറങ്ങിയിട്ടുണ്ടെന്ന കാര്യം സംശയമാണ്. നായർ സമുദായ അംഗങ്ങളെ മുഴുവൻ, കേരളത്തിലെ മുഴുവൻ നായർ സമുദായ അംഗങ്ങളെ മുഴുവൻ ആ നിലയിൽ വിശ്വസിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അയ്യപ്പ ഭക്ത സംഗമത്തിന് 3000 പേരെ പ്രതീക്ഷിച്ചെടുത്ത് 460 പേര് മാത്രം വന്നത് തുടങ്ങിയ സംശയങ്ങളുണ്ട്. എന്നാൽ NSSന്റെ നിലപാടിനെ ഞങ്ങൾ ഒരു നിലയ്ക്കും വിമർശിക്കുന്നില്ല. NSSന് അങ്ങനെയുള്ള ആചാരപക്ഷ
ഒരു നിലപാടെടുക്കാൻ, വിശ്വാസി സംഗമത്തിന് അനുകൂലമായിട്ടൊരു നിലപാടെടുക്കാൻ അവകാശമുണ്ട്. എല്ലാ കാലത്തും അങ്ങനത്തെ നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ നിലപാട് മാറി എന്നുകൊണ്ട് NSS നിലപാട് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. NSSന്റെ ഈ പറയുന്ന കാര്യങ്ങളിൽ ഇത്തരത്തിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ അത് അവരെ ബോധ്യപ്പെടുത്തുകയും ഇതിന്റെ ശരിയായിട്ടുള്ള ചിത്രം അവരെ അറിയിക്കുകയും ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള ഉത്തരവാദിത്വം. ആ രാഷ്ട്രീയമായിട്ടുള്ള ഉത്തരവാദിത്വം നിറവേറ്റും. റൈറ്റ്. എന്തായാലും താങ്കളുടെ സംശയം ഞാൻ അഡ്വക്കേറ്റ് സുരേഷ് കുമാറിലേക്ക് ചോദിക്കാം. അതിനു മുമ്പ് ശ്രീ